നമസ്കാരം. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും T20 ലോകകപ്പ് ഇന്ത്യ നേടി എന്നൊരു ശുഭവാർത്തയ്ക്ക് ശേഷം ഒരു വലിയൊരു വിവാദമാണ് അഴിച്ചു വിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തിനാണ് ഇങ്ങനെ വിവാദങ്ങൾ ഒഴുക്കി വിടുന്നത് ഈ മീഡിയാസ്? അത് ഇന്ത്യയിലെ മീഡിയാസ് അല്ല, നിലവിൽ ശരിക്കും കള്ളക്കൊതിയന്മാർ ഒത്തിരി ഉണ്ടെന്ന് വീണ്ടും അറിയിച്ചിരിക്കുകയാണ്. ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻസമാമുൽ ഹക്ക് എന്ന് പറയുന്ന ആ മഹാനായ ക്രിക്കറ്ററായിരുന്നു ഇന്ത്യക്കെതിരെ ഒരു വിവാദവുമായിട്ട് വന്നത്, വിവാദമാക്കാൻ വേണ്ടി വന്നത്. പക്ഷേ തീർച്ചയായിട്ടും അത് പൊളിഞ്ഞുപോയി. അദ്ദേഹത്തിന്റെ പൊടി പോലും ഇപ്പം മീഡിയകളിൽ കാണാനില്ല. അതിനുശേഷം T20 ലോകകപ്പ് ഇന്ത്യ കയ്യിലാക്കിയതിനു ശേഷം, ഇന്ത്യ നേടിയതിനു ശേഷം ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന മാന്യരായ ടീം അവരൊന്നും ഇതുവരെ സംസാരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ദക്ഷിണാഫ്രിക്കയിലെ ഓരോ മീഡിയക്കാരും വിവാദം അഴിച്ചു വിട്ടിരിക്കുകയാണ്. വിവാദം എന്ന് പറയുമ്പോൾ BCCIയും ICCയും ഒത്തുകളിച്ചു എന്നുള്ളതാണ് ഈ ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തെ വലിയ വമ്പൻ മീഡിയകൾ ഇന്ത്യൻ ടീമിനെ ഒതുക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഏച്ചുകെട്ടിയ ഒരു വിവാദവുമായിട്ടാണ് ആ മീഡിയകൾ ഇപ്പോൾ മുൻപോട്ട് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ മോശമായ ഒരു സിറ്റുവേഷനാണ്. കാരണം സൂര്യകുമാർ യാദവിന്റെ അസാധ്യമായ ഒരു ക്യാച്ച്, തീർച്ചയായിട്ടും T20 വേൾഡ് കപ്പിൽ ഒരു ഒന്നൊന്നര പ്രകടനമായിരുന്നു സൂര്യകുമാർ യാദവ് കാഴ്ചവെച്ചത്. തീർച്ചയായിട്ടും ആ ഒരു ക്യാച്ചിലൂടെയാണ് ഇന്ത്യയുടെ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയേണ്ടത്. തീർച്ചയായിട്ടും ആ ഒരു ക്യാച്ചിനെയാണ് വിവാദത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലുകൾ ബൗണ്ടറിയിൽ ടച്ച് ചെയ്തു എന്നുള്ളതാണ് ആ വിവാദം. തീർച്ചയായിട്ടും ഇൻസമാമുൽ ഹക്ക് എന്ന് പറയുന്ന ആ ഒരു കള്ളക്കൊതിയന് ശേഷം ദക്ഷിണാഫ്രിക്കയിലെ വമ്പൻ മീഡിയകളായ കള്ളക്കൊതിയന്മാർ എന്ന് തന്നെ പറയേണ്ടി വരും. സത്യവത്തായി പറയുകയാണെങ്കിൽ വളരെ മാന്യമായ രീതിയിൽ കളിക്കുന്ന ടീമാണ് ഇന്ത്യയുടെ എന്ന് അഭിമാനപൂർവ്വം പറയാം. വളരെ മോശമായ രീതിയിൽ ഇതേപോലെ വിവാദങ്ങൾ അഴിച്ചുവിടുന്നതിന് വേണ്ടി മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് മീഡിയകളും കുറച്ച് കള്ളക്കൊതിയന്മാരും. ഇതിനാണ് ഇങ്ങനെ അപവാദങ്ങളും വിവാദങ്ങളും അഴിച്ചുവിടുന്നത്. ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിം വളരെ മാന്യമായ രീതിയിലുള്ള ഗെയിം എന്നുള്ളത് നിലവിൽ ഇതിന് മുന്നേ തെളിയിച്ചിട്ടുള്ളതാണ്. ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന ആ ഒരു ടീമിന്റെ വമ്പൻ വിജയത്തിന് വേണ്ടി കാത്തിരുന്ന അവർക്ക് ലഭിച്ചത് തോൽവിയാണ്. കാരണം ആ ഒരു ഗെയിമിലെ അവസാന 5 ഓവറായിരുന്നു ഇന്ത്യയുടെ മൊത്തം പ്രതീക്ഷകളും, അതായത് ദക്ഷിണാഫ്രിക്കയുടെ പ്രതീക്ഷകളും മൊത്തം തലകീഴായി മറിച്ചത്. തീർച്ചയായിട്ടും ആ ഒരു ക്യാച്ചിലൂടെയാണ് ആ ഒരു ടേണിംഗ് പോയിന്റ് നടന്നത്. ഭൂരിഭാഗം പ്രേക്ഷകരും വിചാരിച്ചിരുന്ന ആ ഒരു ക്യാച്ചിനെ വിവാദമാക്കുന്നത് ഇൻസമാമുൽ ഹക്ക് എന്ന് പറയുന്ന ആ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷെ തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായ രീതിയിൽ തന്നെ ഈ ദക്ഷിണാഫ്രിക്കയുടെ വമ്പൻ മീഡിയകളാണ് ഇതേപോലുള്ള വിവാദങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തോടും അവിടുത്തെ ക്രിക്കറ്റ് പ്ലെയേഴ്സിനോടും ഒത്തിരി റെസ്പെക്ട് ഉള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. തീർച്ചയായിട്ടും ഇന്ത്യ മാത്രമല്ല, വേൾഡ് ക്രിക്കറ്റിനെ പ്രണയിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന ആ രാജ്യത്തെ ഓരോ ക്രിക്കറ്റ് പ്ലെയറിനെയും അതിന്റേതായ റെസ്പെക്ട് കൊടുത്തിട്ടുണ്ട് ഈ നിമിഷം വരെ. എന്നാൽ കഴിഞ്ഞ ദിവസം തുടങ്ങി, അതായത് ഇന്ത്യ T20 വേൾഡ് കപ്പ് നേടിയതിനു ശേഷം, ഈ ഒരു വിവാദം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം പ്രേക്ഷകരുടെ മനസ്സ് മൊത്തം മാറ്റിമറിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു വമ്പൻ വിവാദമാണ് എന്നുള്ളത് മീഡിയകളുടെ ആക്രമണം അഴിച്ചുവിട്ടതുപോലെയാണ്. എന്തിനാണ് ഇങ്ങനെ ഇന്ത്യ എന്ന രാജ്യത്തോട് മാത്രം ഇത്ര ക്രൂരമായ രീതിയിലുള്ള അഭ്യാസങ്ങൾ കാഴ്ചവെക്കുന്നത്? ഇൻസമാമുൽ ഹക്ക് എന്ന് പറയുന്ന അദ്ദേഹം വിവാദം അഴിച്ചു വിട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ പ്രതികരിച്ചതുപോലെ തന്നെയാണ് ഈ ഒരു വിവാദത്തിനും പറയാനുള്ളത്, ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്. തീർച്ചയായിട്ടും അവിടെയുള്ള ഫെസിലിറ്റീസിനെയും അവിടുത്തെ മേലധികാരികളെ അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന ഈ രാജ്യം ഈ ലോക ക്രിക്കറ്റ് പ്ലെയേഴ്സിനെ ഒന്നടങ്കം അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഓരോ കാര്യങ്ങളെയും വളച്ചൊടിച്ചാണ് അവിടുത്തെ ഓരോ മീഡിയാസും ഇന്ത്യ എന്ന രാജ്യത്തെയും ഇന്ത്യ എന്ന ക്രിക്കറ്റ് പ്ലെയേഴ്സിനെ ആക്രമിച്ചിരിക്കുന്നത്. എന്നാലും ഇന്ത്യയിലെ ഓരോ ക്രിക്കറ്റ് പ്ലെയറിനെയും റെസ്പെക്ട് ചെയ്തുകൊണ്ട് ഷോൺ പോളോക്ക് എന്ന് പറയുന്ന ആ നല്ലൊരു പ്ലെയർ മുൻപിലേക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും അവിടെയുള്ള മീഡിയാസിനെ അദ്ദേഹം എത്തി പറഞ്ഞിരിക്കുകയാണ്. കാരണം വളരെ കൃത്യവത്തായ രീതിയിലാണ് ഈ ഒരു ഗെയിം നടന്നതും ആ ഗെയിമിലെ ഓരോ മൂവ്മെന്റ്സും. തീർച്ചയായിട്ടും BCCIക്കും ICCക്കും യാതൊരു വിധത്തിലും തെറ്റുകൾ സംഭവിച്ചില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വൃത്തിയായ പ്രതികരണത്തിലൂടെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ് മീഡിയ വഴി തന്നെ. സത്യത്തിൽ ഈ ഒരു സാധാ ടൂർണമെന്റ് അല്ലത്, ലോകകപ്പാണ്. തീർച്ചയായിട്ടും അതിനുള്ള ഫെസിലിറ്റീസ് വളരെ വലുത് തന്നെയാണ്. തീർച്ചയായിട്ടും ഒത്തിരി മേലാധികാരികളുടെ ഒരു കൺട്രോളിലാണ് ഈ ഒരു ഗെയിം നടക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ഒത്തിരി നല്ല ക്യാമറാസ് ഉണ്ട്. ഇതിനൊന്നും തെറ്റുകൾ സംഭവിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. എന്നിട്ടും വീണ്ടും വിവാദങ്ങൾ അഴിച്ചുവിടുന്ന ഈ ഒരു രാജ്യങ്ങളെയും എന്താണ് പറയേണ്ടത്? പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ
കണ്ണുകടി, അസൂയ, അഹങ്കാരം എന്നീ മൂന്നും കൂടി കൂട്ടിച്ചേർത്ത് തന്നെ പറയേണ്ട ഒരു ഗതികേടാണ്. തീർച്ചയായിട്ടും ഇന്ത്യ എന്നൊരു മഹാരാജ്യം T20 വേൾഡ് കപ്പ് നേടിയപ്പോൾ ഏത് രാജ്യങ്ങൾക്കൊക്കെ പിടിക്കുന്നില്ല എന്നുള്ളതിനുള്ള തെളിവാണ് ഈ ഓരോ 2-3 ദിവസങ്ങളും മീഡിയകളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഇതേപോലുള്ള വീഡിയോസ്. ഈ കണ്ണുകടിയുള്ള ഈ ഓരോ രാജ്യത്തെ പ്ലെയേഴ്സിനോട് അല്ലെങ്കിൽ ഓരോ മീഡിയാസിനോട് ചോദിക്കാനുള്ളത്, എന്തിനാണ് ഇങ്ങനെ വിവാദം അഴിച്ചു വിടുന്നത്? ക്രിക്കറ്റ് എന്ന് പറയുന്ന ഒരു ഗെയിം തന്നെയല്ലേ? ആ ഗെയിമിലൂടെ വിജയിച്ചൂടെ? തോറ്റു കഴിഞ്ഞാൽ എന്തിനാണ് മാറി നിന്ന് ചീത്ത പറയുന്നതും വിവാദങ്ങൾ അഴിച്ചുവിടുന്നതും? 1 ഇൻസമാമുൽ ഹക്ക്, 2 ദക്ഷിണാഫ്രിക്കയിലെ ഓരോ കൂതറ മീഡിയാസും എന്തിനാണ് ഇങ്ങനെ വിവാദങ്ങൾ അഴിച്ചുവിടുന്നത്? സൂര്യകുമാർ യാദവ് എന്ന് പറയുന്ന ആ ഒരു പ്ലെയറെ മാത്രമല്ല, ലോകത്തെ എല്ലാ പ്ലെയേഴ്സ്, വിജയം വരിച്ച എല്ലാ പ്ലെയേഴ്സിനെയും ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു വിവാദങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിരിക്കുന്നത്. അതും BCCIയെയും ICCയെയും കൂട്ടിച്ചേർത്ത് വിവാദത്തിലേക്ക് എഴുന്നള്ളിച്ചിരിക്കുകയാണ് ഈ ഒരു ദക്ഷിണാഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തെ മീഡിയാസ്. ഇതിനാണ് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇതേപോലുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിടുന്നത്. തീർച്ചയായിട്ടും മീഡിയാസ് എന്നുള്ളത് വളരെ സത്യസന്ധമായ രീതിയിൽ തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടി തന്നെയുള്ള ഒരു സമർപ്പണമാണ്. ഇത്ര ക്രൂഷ്യലായിട്ട് ഞാൻ പ്രതികരിച്ചിരിക്കുന്നത് എന്റെ ഒരു പ്രതികരണം മാത്രമല്ല, ഈ ലോക ക്രിക്കറ്റിനെ പ്രണയിക്കുന്ന എല്ലാ പ്രേക്ഷകരുടെയും പ്രതികരണമാണ്. തീർച്ചയായിട്ടും ഇതുപോലുള്ള വിവാദങ്ങൾ അഴിച്ചുവിടുന്ന മാന്യന്മാരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഗെയിം എന്ന് പറയുന്നത് കളിച്ചു തന്നെ ജയിക്കണം, അല്ലാതെ തോറ്റു കഴിയുമ്പോൾ പുറത്തിറങ്ങി നിന്ന് കളിക്കല്ല വേണ്ടത്. ഗ്രൗണ്ടിനകത്ത് കഷ്ടപ്പെട്ട് കളിച്ച് ജയിക്കണം, അതും വളരെ സത്യസന്ധമായ രീതിയിൽ. ശരിക്കും മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത്. ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ കുറെ കൂതറ മീഡിയാസ് ഷെയർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒത്തിരി ചിത്രങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ എവിഡൻസ് എവിടെ? കൃത്യമായ ഒരു എവിഡൻസ് നിങ്ങൾ കാണിച്ചു തരൂ. അല്ലാതെ വളരെ വ്യാജമായ രീതിയിലുള്ള ഇതുപോലെ വിവാദങ്ങൾ അഴിച്ചുവിട്ടതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. വളരെ മാന്യമായ രീതിയിൽ മൂവ് ചെയ്യുന്ന BCCIയെയും ICCയെയും വളരെ മോശമായ രീതിയിൽ കുറ്റപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ വളരെ വ്യാജമായ രീതിയിലുള്ള ഈ ഓരോ വിവാദങ്ങൾ അഴിച്ചുവിടുകയും ചെയ്യുന്നതിനെതിരെ പ്രതികരിക്കേണ്ടത് ഓരോ ക്രിക്കറ്റിനെ പ്രണയിക്കുന്ന പ്രേക്ഷകരും അവരുടെ കമന്റ്സുമാണ്. തീർച്ചയായിട്ടും എന്റെ ഈ ഒരു കമന്റ് ബോക്സിൽ വരിക, നിങ്ങളുടെ പ്രതികരണം കമന്റ് ആയിട്ടിടുക.